ഈ ഫിക്റ്റീഷ്യസ് ഫോഴ്സസിനെ പറ്റി ഞാൻ നേരത്തെ ചില പോസ്റ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, റിലേറ്റിവിറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട്. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്, പരിസരം കാണാൻ വയ്യാതെ അടച്ചു മൂടിയ ഒരു ഓടുന്ന ഒരു വണ്ടിക്കകത്ത് കോൺസ്റ്റൻ്റ് സ്പീഡിൽ ഓടുന്ന ഒരു വണ്ടി പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ചെയ്താൽ അതിൻ്റെ യാത്രക്കാർ മുന്നോട്ട് നീങ്ങുന്നതായിട്ട് തെറിച്ചു പോകുന്നതായിട്ട് കാണും. നമുക്ക് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളിതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ, ദിസ് ഈസ് ഡ്യൂ ടു ഇനേർഷ്യ. ബ്രേക്ക് ഔട്ടുന്ന സമയത്ത് വണ്ടിക്ക് എത്ര വേഗതയുണ്ടോ ആ വേഗത ഇതിനകത്തെ യാത്രക്കാർ കണ്ടിന്യൂ ചെയ്യും ബിക്കോസ് ഓഫ് ഇനേർഷ്യ. പക്ഷേ അപ്പോൾ അയാളെ സംബന്ധിച്ച് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു ഒബ്സർവർക്ക് അവിടെ ഒരു ഫോഴ്സും വന്ന ആ പാസഞ്ചേഴ്സിൽ ആക്ട് ചെയ്യുന്നില്ല. പക്ഷേ പാസഞ്ചേഴ്സിന് തോന്നുന്നത് ആരോ തങ്ങളെ പിടിച്ച് മുന്നോട്ട് തള്ളുന്നു എന്നൊരു ബോധമുണ്ടാകും, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അത്തരം ഫോഴ്സസിനെ, അപ്പോൾ അയാളെ സംബന്ധിച്ച് അതൊരു ഫോഴ്സ്, അങ്ങനൊരു ഫോഴ്സ് ഉണ്ട് ഈ യാത്രക്കാരെ സംബന്ധിച്ച്, അത് ഫിക്റ്റീഷ്യസ് ഫോഴ്സസ് എന്ന് പറയും. മറ്റൊരു എക്സാമ്പിളായി സർക്കുലർ മോഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് അവിടെ റിയൽ ഫോഴ്സാണ്, പക്ഷേ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ബോഡിക്ക് മാത്രം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഫോഴ്സാണ് ഫിക്റ്റീഷ്യസ്. മറ്റൊരെണ്ണമാണ് നമ്മൾ കാണാൻ പോകുന്നത്, ദറ്റ് ഈസ് കോറിയോലിസ് ഫോഴ്സ്. ഗസ്പാർഡ് ഡി കോറിയോലിസ് എന്ന ഫ്രഞ്ചുകാരനാണ് ഇതിനെപ്പറ്റി പഠനം നടത്തിയത്. അവിടെ കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയും. ഒരു ഒരു പ്ലാറ്റ്ഫോം റൊട്ടേറ്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ, വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഈ പ്ലാറ്റ്ഫോമിൻ്റെ സെൻറ്ററിൽ നിന്ന് റേഡിയസ് വഴി ഔട്ടറിലേക്കൊരു വസ്തു ചലിക്കുന്നു, അല്ലെ ഒരാൾ നടന്നു പോകും. ഫ്രിക്ഷനും ഒന്നും ആ പ്ലാറ്റ്ഫോമിലില്ല എന്നിരിക്കട്ടെ, എങ്കിലും ഈ റേഡിയസിന് പെർപെൻഡിക്കുലറായിട്ടൊരു ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് അയാൾക്ക് അനുഭവപ്പെടും ഈ ചലിക്കുന്ന വസ്തുവിന്. അതാണ് കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയും. ഈ കോറിയോലിസ് ഫോഴ്സ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യും 2m × omega cross v, where omega is the angular velocity and v is the velocity of the body moving in the rotating frame. അത് ഈ ചലനപാതയ്ക്ക് പെർപെൻഡിക്കുലർ, അപ്പോൾ ഒരു ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സായിട്ടാണ് അത് ഫീൽ ചെയ്യുക. പക്ഷേ റൊട്ടേറ്റ് ചെയ്യാത്ത ഫ്രെയിമിൽ നിൽക്കുന്ന ഒരാളിന് ഈ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, റൊട്ടേറ്റ് ചെയ്യുന്ന വസ്തുവിന് മാത്രമേ ഇത് ഉണ്ട് എന്ന് തോന്നലുണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഫിക്റ്റീഷ്യസ് ഫോഴ്സാണ്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ജനറൽ ട്രീറ്റ്മെൻറ്റാണ് എടുക്കുക, ജനറൽ ഡെറിവേഷനാണ് വെക്ടർ മെത്തേഡിൽ എടുക്കുന്നത്. പിന്നീട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റിംഗ് കൂടെ നടത്തും, അത് പുറകെ കാണാം. ഇവിടെ കോറിയോലിസ് ഫോഴ്സ് അല്ലെ കോറിയോലിസ് ആക്സിലറേഷൻ, അതിൻ്റെ ഡെറിവേഷൻ എടുക്കുന്നതിന് മുമ്പ് വളരെ ബേസിക്കായിട്ടുള്ള ഒരു വിവരം വേണം. നിങ്ങൾക്കറിയാം, ഒരു സർക്കുലാർ പാത്തിൽ റിവോൾവ് ചെയ്യുന്നൊരു പാർട്ടിക്കിൾ, അതിന് ആംഗുലാർ വെലോസിറ്റി ഉണ്ട്. ഈ ആംഗുലാർ വെലോസിറ്റി നമ്മളൊരു വെക്ടറായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്നിരിക്കട്ടെ, എങ്കിൽ ഈ ഒമേഗ ഒരു വെക്ടറാക്കുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂള്, ഈ ഡയറക്ഷനിലൊരു സ്ക്രൂ തിരിച്ചാൽ അതിൻ്റെ ടിപ്പ് എങ്ങോട്ട് അഡ്വാൻസ് ചെയ്യുമോ ആ ഡയറക്ഷനിലുള്ളൊരു വെക്ടറായിട്ട് ഒമേഗയെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കേസിൽ ഒമേഗ അപ്വേർഡായിട്ട് വരും, റേഡിയസ് വെക്ടർ ആർ. എങ്കിൽ
ഈ ടാൻജൻഷ്യൽ വെലോസിറ്റി, ഈ ഓർബിറ്റിൻ്റെ ടാൻജൻറ്റിൽ കൂടെയുള്ള വെലോസിറ്റി വി ടി ഈക്വൽസ് ഒമേഗ ക്രോസ് ആർ. നമ്മൾ സ്കെയിലാർ ഫോമിൽ പറയുമ്പോൾ വി ഈക്വൽസ് ആർ ഒമേഗ എന്നൊക്കെ പറയുന്ന അത് സ്പെഷ്യൽ കേസായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ടാൻജൻഷ്യൽ വെലോസിറ്റി ഈ ഓർബിറ്റിൻ്റെ ടാൻജൻ്റ് ആയിട്ടുള്ള ഈ വി ടി എന്ന് പറയുന്നത് ഒമേഗയ്ക്കും ആറിനും പെർപെൻഡിക്കുലറാണ്. ഒമേഗ ക്രോസ് ആർ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഒമേഗ വെക്ടർ ആൻഡ് ആർ വെക്ടർ. ഇനി ഇതൊരു റൊട്ടേറ്റിംഗ് ഡിസ്ക് ആണെന്നിരിക്കട്ടെ. ഈ ഡിസ്കിൻ്റെ റേഡിയസിൽ കൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു വിത്ത് എ വെലോസിറ്റി വി എങ്കിൽ ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറായിട്ട് ഒരു ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഓർബിറ്റിൽ ആ വസ്തുവിന് ഫീൽ ചെയ്യും. ദാറ്റ് ഇസ് എ ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. അതാണ് ഈ കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ, ഈ റേഡിയസിൽ കൂടെ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോകുന്നതിന് പകരം ഇത് സൈഡ് വേസ് ആയിട്ടൊന്ന് ഡിഫ്ലക്റ്റ് ചെയ്യും. അതാണ് കോറിയോലിസ് ഫോഴ്സ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്സിലറേഷനുള്ള എക്സ്പ്രഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിന് വേണ്ടി ഇതിപ്പോൾ ഒരു ഫിക്സഡ് ഫ്രെയിമാണ്. ഒ ഡാഷ്, എക്സ് ഡാഷ്, വൈ ഡാഷ്, ഇസഡ് ഡാഷ്. ഇതൊരു മൂവിങ് ഫ്രെയിമാണ്. ഒ, എക്സ്, വൈ, ഇസഡ്. ഇവിടെ ഇപ്പോൾ ജനറൽ മോഷനാണ് എടുക്കുന്നത്. അതായത് ട്രാൻസ്ലേഷണൽ മോഷനും അതുപോലെ റൊട്ടേഷനും രണ്ടും കൂടെ ചേർന്ന് കമ്പൈൻഡ് മോഷനാണ് ജനറാലിറ്റിക്ക് വേണ്ടി എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് റിലേറ്റീവ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെക്ടേഴ്സ് ഒന്ന് കാണുക. ഈ മൂവിങ് ഫ്രെയിമിലെ ഒരു വെക്ടർ എസ് എന്നിരിക്കട്ടെ. അപ്പോൾ ആ മൂവിങ് ഫ്രെയിം ഉപയോഗിച്ച് അതേ യൂണിറ്റ് വെക്ടേഴ്സായി ജെ കെ എങ്കിൽ ഈ വെക്ടർ കമ്പോണൻസ് ആയിട്ട് എഴുതുമ്പോൾ റിലേറ്റീവ് ടു ദി മൂവിങ് ഫ്രെയിം എസ് ഈക്വൽസ് എസ് എക്സ് ഐ പ്ലസ് എസ് വൈ ജെ പ്ലസ് എസ് ഇസഡ് കെ എങ്കിൽ വെലോസിറ്റി ഓഫ് ദി അതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ആ വെക്ടറിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വെലോസിറ്റി എന്ന് പറയേണ്ട, അതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡി എസ് ബൈ ഡി ടി ഈക്വൽസ് ഡി ഇത് പ്രോഡക്റ്റായിട്ട് എടുക്കണം. കാരണം ഇത് റൊട്ടേഷനും ഉണ്ട് ട്രാൻസ്ലേഷനും ഉണ്ട്. ഇപ്പോൾ ഐയും ജെയും കെയും ഒക്കെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡി എസ് എക്സ് ബൈ ഡി ടി ഇൻറ്റു ഐ പ്ലസ് എസ് എക്സ് ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ഡി എസ് വൈ ബൈ ഡി ടി ഇൻറ്റു ജെ പ്ലസ് എസ് വൈ ഇൻറ്റു ഡി ജെ ബൈ ഡി ടി പ്ലസ് ഡി എസ് ഇസഡ് ബൈ ഡി ടി ഇൻറ്റു കെ പ്ലസ് എസ് ഇസഡ് ഇൻറ്റു ഡി കെ ബൈ ഡി ടി. ഇത് റീഅറേഞ്ച് ചെയ്താൽ ദിസ് ഈസ് ഡി എസ് എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി എസ് വൈ ബൈ ഡി ടി ജെ പ്ലസ് ഡി എസ് ഇസഡ് ബൈ ഡി ടി കെ പ്ലസ് എസ് എക്സ് ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് എസ് വൈ ഇൻറ്റു ഡി ജെ ബൈ ഡി ടി പ്ലസ് എസ് ഇസഡ് ഇൻറ്റു ഡി കെ ബൈ ഡി ടി. ഇതിൽ ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഐ ക്യാപ് ഈസ് എ യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നും യൂണിറ്റ് വെക്ടർ യൂണിറ്റ് ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ലീനിയർ ടാൻജൻഷ്യൽ വെലോസിറ്റി ആയത്. അപ്പോൾ നമുക്കത് ഒമേഗ ക്രോസ് എൽ എന്നെടുക്കാം. നേരത്തെ ഒമേഗ ക്രോസ് ആർ എന്ന് പറയാം. റേഡിയസിൻ്റെ സ്ഥാനത്ത് റേഡിയസ് വെക്ടറിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഐ ക്യാപ്. അപ്പോൾ ഒമേഗ ക്രോസ് ഐ. ഇതുപോലെ നോക്കിയോ, ഡി ആർ ബൈ ഡി ടി ഒമേഗ ക്രോസ് ആർ എന്ന് പറയുന്ന പോലെ ഒമേഗ ക്രോസ് ഐ. ഡി ജെ ബൈ ഡി ടി ഈക്വൽസ് ഇതുപോലെ തന്നെ ഡി ജെ ബൈ ഡി ടി ഈക്വൽസ് ഒമേഗ ക്രോസ് ജെ ആൻഡ് ഡി കെ ബൈ ഡി ടി ഈക്വൽസ് ഒമേഗ ക്രോസ് കെ. മനസ്സിലായില്ല? അപ്പോൾ യൂണിറ്റ് വെക്ടർ ഐക്ക് അപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഡി ഐ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഡിസ്റ്റൻസ് റേഡിയസ് ഉള്ള ഒരു റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ്. ദറ്റ് ഈസ് ഒമേഗ ക്രോസ് ആർ. ഇവിടെ അതിന് വരെ ഒമേഗ ക്രോസ് ഐ, ഒമേഗ ക്രോസ് ജെ, ഒമേഗ ക്രോസ് ഇസഡ്.
ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ചുരുക്കത്തിൽ ഡി എസ് ബൈ ഡി ടി ഈക്വൽസ് ഡി എസ് എക്സ് by dt I plus dsy by dt j plus dsz by dt k plus omega cross sx into omega cross I plus sy into omega cross j plus sz into omega cross k. ഇപ്പോൾ omega cross കോമൺ ആയിട്ട് എടുക്കുക. omega cross sx I plus sy j plus sz k or ds by dt equals ഈ sx sy st sz ഇതിൻ്റെ എല്ലാം ടൈം ഡെറിവേറ്റീവ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ദി മൂവിങ് ഫ്രെയിം ഓ ആയിരിക്കും. അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടി ഡി ബൈ ഡി ടി എന്നുള്ളത് ക്യാപിറ്റൽ ഡി ബൈ ഡി ടി എന്ന് എഴുതുന്നു. ഓഫ് എസ് എക്സ് ഐ പ്ലസ് എസ് വൈ ജെ പ്ലസ് എസ് ഇസഡ് കെ എന്ന് പറഞ്ഞാൽ എസ്. അപ്പോൾ ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു ദി മൂവിങ് ഫ്രെയിം അത് കാണിക്കാൻ വേണ്ടി തിരിച്ചറിയാൻ വേണ്ടി നമ്മളിവിടെ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞ സിമ്പിളിന് ഓപ്പറേറ്ററിന് കൊടുക്കുന്നു എന്ന് മാത്രം. ടി എസ് ബൈ ഡി ടി പ്ലസ് ഒമേഗ ക്രോസ് ദിസ് ഈസ് നത്തിങ് ബട്ട് വെക്ടർ എസ്. ഇത് ഓപ്പറേറ്റർ ഫോമിൽ എഴുതുമ്പോൾ ഈ എസ് അങ്ങ് കളഞ്ഞാൽ മതി. ഡി ഇൻ ഓപ്പറേറ്റർ ഫോം ഡി ബൈ ഡി ടി ഈക്വൽസ് ക്യാപിറ്റൽ ഡി ബൈ ഡി ടി പ്ലസ് ഒമേഗ ക്രോസ്. ഇതൊരു ഓപ്പറേറ്റർ ഇക്വേഷനാണ്. ഇനി നമുക്ക് ഇതുപയോഗിച്ച് വെലോസിറ്റി ഒന്ന് കാണുക. ഇപ്പോൾ മൂവിങ് ഫ്രെയിമിൻ്റെ ഒറിജിനെ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. ഇത് സ്റ്റേഷനറി ഫ്രെയിം എൻ്റെ ഒറിജിൻ ഓഡാർ. പി എന്ന് പറയുന്ന ഒരു മൂവിങ് പാർട്ടിക്കിളാണ്. അതിൻ്റെ ഏതെങ്കിലും ഒരു സമയത്തെ പൊസിഷൻ വെക്ടറാണോ റോ. ഇത് ഈ ഓഡാഷോ ഇത് വെക്ടർ എ, ദിസ് ഈസ് വെക്ടർ ആർ. അപ്പോൾ പിയുടെ പൊസിഷൻ വെക്ടർ വിത്ത് റെഫറൻസ് ടു ദി മൂവിങ് ഫ്രെയിം ഈസ് സ്മോൾ ആർ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വെക്ടർ സമ്മേഷൻ കൊടുക്കാമല്ലോ. വെക്ടർ എ പ്ലസ് വെക്ടർ ആർ ഈക്വൽസ് വെക്ടർ റോ, അല്ലെ റോ ഈക്വൽസ് എ പ്ലസ് ആർ. എങ്കിൽ വെലോസിറ്റി ഓഫ് ദി പോയിന്റ് പി വി ഈക്വൽസ് ഡി റോ ബൈ ഡി ടി, ദറ്റ് ഈസ് ഡി എ ബൈ ഡി ടി പ്ലസ് ഡി ആർ ബൈ ഡി ടി. ലെറ്റ് ബി ഇക്വേഷൻ 2. ഇനി ആർ ഈസ് എ വെക്ടർ അസോസിയേറ്റഡ് വിത്ത് ഒ. ഓയുമായിട്ട് ബന്ധപ്പെട്ട വെക്ടർ ആറ്. അപ്പം നമുക്ക് ഈ ഓപ്പറേറ്റർ ഇക്വേഷൻ അങ്ങോട്ട് ഉപയോഗിക്കാം. ഈ ഓപ്പറേറ്റർ ഇക്വേഷൻ. അപ്പോൾ സിൻസ് ആർ ഈസ് എ വെക്ടർ അസോസിയേറ്റഡ് വിത്ത് ഒ, ഓപ്പറേറ്റർ ഇക്വേഷൻ 1 ക്യാൻ ബി അപ്ലൈഡ് ടു ദിസ് ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ, കാരണം ആറ് ഓയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട്. അപ്പം നമുക്ക് കിട്ടുന്നത് ഡി ആർ ബൈ ഡി ടി ഈക്വൽസ്, ഇവിടോട്ട് ആറും കൊടുത്താൽ മതി, ഡി ആർ ബൈ ഡി ടി ഈക്വൽസ് ക്യാപിറ്റൽ ഡി ആർ ബൈ ഡി ടി പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഇതെടുത്ത് ഇക്വേഷൻ 2 കൊടുക്കുക. അപ്പോൾ വി ഈക്വൽസ് ഡി എ ബൈ ഡി ടി പ്ലസ് ഡി ആർ ബൈ ഡി ടി പ്ലസ് ഒമേഗ ക്രോസ് ആർ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 3. ഇത് ഡ്രാഗ് വെലോസിറ്റി എന്ന് പറയും. കാരണം എ എന്ന് പറയുന്നത് ഒ എന്ന് പറയുന്ന മൂവിങ് ഫ്രെയിമിൻ്റെ ഒറിജിനിലേക്കുള്ള ദൂരമാണ്, റേഡിയസ് പൊസിഷൻ വെക്ടറാണ്. അപ്പോൾ ഡി എ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയാണ് ഡി എ ബൈ ഡി ടി, അല്ലെ ഡ്രാഗ് വെലോസിറ്റി എന്ന് പറയാം. അപ്പോൾ ഡി എ ബൈ ഡി ടി ഇതിനെ ഡ്രാഗ് വെലോസിറ്റി ഓഫ് പി എന്ന് പറയും. ഒമേഗ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് പി കോസ്ഡ് ബൈ റൊട്ടേഷൻ. ഒമേഗ വരുമ്പോൾ റൊട്ടേഷൻ നമ്മൾ ജനറൽ മോഷൻ എടുത്തിരിക്കുന്നത്, ട്രാൻസ്ലേഷനും ഉണ്ട് റൊട്ടേഷനും ഉണ്ട്. അപ്പോൾ റൊട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ടാൻജൻഷ്യൽ വെലോസിറ്റി ഒമേഗ ക്രോസ് ആർ. ഇനി നമുക്ക് ആക്സിലറേഷൻ കാണണം. ആക്സിലറേഷൻ കാണുമ്പോൾ ഇക്വേഷൻ 3a ടി കൊണ്ട് അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. വെലോസിറ്റിയുടെ ടൈം റേറ്റ് ആണല്ലോ ആക്സിലറേഷൻ. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ഇക്വേഷൻ 3 വിത്ത് റെസ്പെക്ട് ടു ടി. ആക്സിലറേഷൻ ഡി വി ബൈ ഡി ടി ഈക്വൽസ് d square a by dt square plus d by dt of omega cross r plus d by dt of dr by dt. Let it be equation 4. ഇനി ആ ഓപ്പറേറ്റർ ഇക്വേഷൻ ഒമേഗ ക്രോസ് ആറിനും ഡി ആർ ബൈ ഡി ടി ടേമിനും കൊടുക്കുക. ദിസ് ഓപ്പറേറ്റർ ഇക്വേഷൻ 1
സ്മോൾ ഡി ബൈ ഡി ടി ഈക്വൽസ് ക്യാപിറ്റൽ ഡി ബൈ ഡി ടി പ്ലസ് ഒമേഗ ക്രോസ്. ഇവിടെ എന്ത് കൊടുക്കുന്നു അവിടെ ഇതെല്ലാം ചേർത്താൽ മതി. അപ്പോൾ ഒമേഗ ക്രോസ് ആർ ടേമിന് കൊടുക്കുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ക്രോസ് ആർ ഈക്വൽസ് ക്യാപിറ്റൽ ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ക്രോസ് ആർ പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഇത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ഡി ഒമേഗ ബൈ ഡി ടി ക്രോസ് ആർ പ്ലസ് ഒമേഗ ക്രോസ് ഡി ആർ ബൈ ഡി ടി പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഇത് ആംഗുലാർ വെലോസിറ്റിയുടെ ടൈം റേറ്റാണ്. അത് നമുക്ക് വിത്ത് റെഫറൻസ് ടു ഓ ഡാഷ് ആക്കാം, നോ പ്രോബ്ലം. കാരണം ഓയില റൊട്ടേഷൻ നടക്കുന്നത്, അപ്പോൾ ജനറൽ മോഷൻ നടക്കുന്നത്. അതിപ്പോൾ നമ്മൾ വിത്ത് റെഫറൻസ് ടു ഓ ഡാഷ് എടുക്കുക. അപ്പോൾ സ്മോൾ ഡിയുടെ ഡി ഒമേഗ ബൈ ഡി ടി ക്രോസ് ആർ പ്ലസ് ഒമേഗ ക്രോസ് ഡി ആർ ബൈ ഡി ടി പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഇതുപോലെ ഡി ഓപ്പറേറ്റർ ഇക്വേഷൻ 1 ഡി ബൈ ഡി ടി ഓഫ് ഡി ആർ ബൈ ഡി ടിക്ക് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ഡി ബൈ ഡി ടി ഓഫ് ഡി ആർ ബൈ ഡി ടി പ്ലസ് ഒമേഗ ക്രോസ് ഡി ആർ ബൈ ഡി ടി. ദിസ് ഈസ് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ ക്രോസ് ഡി ആർ ബൈ ഡി ടി. ഇതെല്ലാം കൂടി എടുത്ത് ഇക്വേഷൻ 4 ഇത് രണ്ടും നമ്മളിപ്പോൾ ഒന്ന് എക്സ്പാൻഡ് നമ്മൾ ഓപ്പറേറ്റർ ഇക്വേഷൻ ഉപയോഗിച്ചൊന്ന് മോഡിഫൈ ചെയ്തു, അതെടുത്ത് ഇതിലോട്ട് കൊടുക്കുക. അപ്പം പുട്ടിങ് ഇൻ ഇക്വേഷൻ 4 we get dv by dt equals d square a by dt square plus omega cross r plus d omega d by dt cross r plus 2 omega. ഈ രണ്ട് ടേംസ് വരുന്നുണ്ട്. അപ്പോൾ 2 omega cross dr by dt plus d square r by dt square. ഇതാണ് ആക്സിലറേഷനുള്ള ജനറൽ ഫോർമുല, ആ മൂവിങ് ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ. ഇനി മൂവിങ് ഫ്രെയിമിന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല, റൊട്ടേറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ എന്നിരിക്കട്ടെ. ഒരു റൊട്ടേറ്റിംഗ് ഡിസ്കോ റൊട്ടേറ്റിംഗ് പ്ലാറ്റ്ഫോമോ എന്തെങ്കിലും റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ദിസ് ഡ്രാഗ് ആക്സിലറേഷൻ വിൽ ബി 0. ലീനിയർ ട്രാൻസ്ലേഷൻ ഇല്ലല്ലോ, അപ്പോൾ ഈ ടേം അങ്ങ് 0 ആകും. ദെൻ ഡി വി ബൈ ഡി ടി ഈക്വൽസ് ഒമേഗ ക്രോസ് ആർ പ്ലസ് ഡി ഒമേഗ ബൈ ഡി ടി ക്രോസ് ആർ പ്ലസ് 2 ഒമേഗ ക്രോസ് ഡി ആർ ബൈ ഡി ടി പ്ലസ് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. ഇനി പി മൂവ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ഈ ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് ആ പിയുടെ ട്രാൻസ്ലേഷൻ വെലോസിറ്റിയാണ് വിത്ത് റെഫറൻസ് ടു ദി ഒറിജിൻ ഒ. അപ്പോൾ അത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെന്നിരിക്കട്ടെ. ഡി ആർ ബൈ ഡി ടി കോൺസ്റ്റൻ്റ് ആണ്, ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ 0 ആണ്. ഇപ്പോൾ ഡി വി ബൈ ഡി ടി, അപ്പോൾ റൊട്ടേഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ആ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ഒരു വസ്തു ലീനിയർ കോൺസ്റ്റൻറ്റ് ലീനിയർ മോഷൻ നടത്തുന്നു. ആ കേസ് സ്പെഷ്യൽ കേസ് എടുത്താൽ ഡി വി ബൈ ഡി ടി ബിക്കംസ് ഒമേഗ ക്രോസ് ആർ പ്ലസ് ഡി ഒമേഗ ബൈ ഡി ടി ക്രോസ് ആർ പ്ലസ് 2 ഒമേഗ ഡി ആർ ബൈ ഡി ടി. ഇത് സെൻട്രിപെറ്റൽ ആക്സിലറേഷനാണ്. നിങ്ങൾ ആർ ഒമേഗ സ്ക്വയർ എന്നൊക്കെ യൂണിഫോം സർക്കുലർ മോഷനിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ടേമാണ്. ഇത് ടാൻജൻഷ്യൽ ആക്സിലറേഷനാണ്. ഡി ഒമേഗ ബൈ ഡി ടി ഈസ് ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ. അപ്പോൾ ആർ ആൽഫ എന്നുള്ള ഫോമായത് ദിസ് ഈസ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ഇത് നമുക്ക് രണ്ടും പരിചയമുള്ളതാണ്. മൂന്നാമതൊരു ടേം വരുന്നുണ്ട്. ആ ടേം ആക്സിലറേഷൻ്റെ മൂന്നാമത്തെ കോമ്പൗണ്ട് A1 A2 A3. മൂന്നാമത്തെ ടേം ദാറ്റ് ആക്സിലറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി ഫ്രെയിം ആസ് വെൽ ആസ് ലീനിയർ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ ദി ഫ്രെയിം dr by dt. ഇതിന് ഈ ടേമിന് പറയുന്ന പേരാ കോറിയോലിസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോറിയോലിസ് ആക്സിലറേഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി ഫ്രെയിം ഓൺ വിച്ച് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി dr by dt. ഈ ക്യാപിറ്റൽ ഡി വരുമ്പോൾ അത് വിത്ത് റെഫറൻസ് ടു ദി ഒറിജിൻ ഓഫ് ദി മൂവിങ് ഫ്രെയിം എന്നർത്ഥം. ഇതാണ് കോറിയോലിസ് ആക്സിലറേഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫോഴ്സാണ് കോറിയോലിസ് ഫോഴ്സ്. പിന്നെ മാസ് കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദിസ് ഈസ് പ്യൂർലി ഫിക്റ്റീഷ്യസ്. അത് ഞാൻ നേരത്തെ ആരംഭത്തെ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞല്ലോ. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസായിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്.
റിവർ ഫ്ലോയിൽ, ഭൂമിയുടെ റൊട്ടേഷൻ കൊണ്ട് റിവർ ഫ്ലോയിലുണ്ടാകുന്ന ഗതി വ്യത്യാസങ്ങൾ, കാറ്റിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പിന്നെ മറ്റ് ചില ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് ഈ കോറിയോലിസ് ഫോഴ്സ് കയറി വരും. അത് പുറകെ കാണാം. താങ്ക് യു.